ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാൻ വേണ്ടി പോണത് നമുക്ക് അക്കൗണ്ടന്റിൽ വരുന്ന വാക്കൻസീസ് ആണ് കേട്ടോ. ഈ വാക്കൻസി നമ്മുടെ ഇൻഫോ പാർക്കിനകത്തോ ടെക്നോ പാർക്കിനകത്തോ അല്ലെങ്കിൽ സൈബർ പാർക്കിനകത്തോ അല്ല കേട്ടോ. കോമൺ ആയിട്ട് വരുന്ന കുറച്ച് വാക്കൻസീസ് ആണ്. അതായത് പല പല ഏരിയാസിൽ, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി അങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വാക്കൻസീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അക്കൗണ്ടന്റിന്റെ വാക്കൻസീസ് മാത്രമേ എന്ന് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡീഡ് ആപ്പിൽ വരുന്ന വാക്കൻസീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇൻഡീഡ് ആപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് കുറച്ച് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് ഈ ഒരു ആപ്പ് നമുക്ക് ഗ്ലോബലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഫ്രഷേഴ്സിനായിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിക്കോട്ടെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫ്രഷേഴ്സിനാകുമ്പോൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ആപ്പ് ത്രൂ ആണ് എനിക്ക് ഈ ഒരു ജോബ് കിട്ടിയിട്ട്. എനിക്ക് ലിങ്ക്ഡൻ അതുപോലെ തന്നെ നൗകരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കടയൊക്കെ ഒന്നും കൂടി യൂസ് ചെയ്യാനായിട്ട് എളുപ്പം തോന്നിയിട്ടുള്ളത് ഈ ഒരു ഇൻഡീഡ് ആപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഡെയിലി ഇതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരാറുണ്ട്. ഒരുപാട് വാക്കൻസീസ് നമുക്ക് കാണാറുണ്ട് ഇതിൽ. നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുവിധം എല്ലാ ആപ്പിലും സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ CV അപ്ലോഡ് ചെയ്യാം, ഒരു കവർ ലെറ്റർ ആഡ് ആക്കി കൊടുക്കാം. പിന്നെന്താ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എബ്രോഡുള്ള ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാതും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു സെറ്റപ്പാണ് നമുക്ക് ഇൻഡീഡിൽ വരുന്നത് കേട്ടോ. ഇൻഡീഡ് ആപ്പിൽ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ജോബ്സും അതിലിരിക്കാറുണ്ട് എന്നാണ് എനിക്ക് പോരായ്മ തോന്നിയിട്ടൊരു കാര്യം എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് എക്സ്പേർട്ട് ആയാലും ഈ ഒരു ലിങ്ക് ഈ ഒരു ജോബ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. മനസ്സിലായോ? അത് റിമൂവ് ആയി പോകാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പോരായ്മ തോന്നിയിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻഡീഡ്. കാരണം പുറത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് റിപ്ലൈസും കാര്യങ്ങളും വരാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്ലയൻസിനെ കുറിച്ചൊക്കെ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് വലിയ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, ഇൻഡീഡിനകത്തുണ്ട് കേട്ടോ. യൂസ് ചെയ്യാൻ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഫ്രഷേഴ്സിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡീഡ് ആപ്പത്ത് വരുന്ന വാക്കൻസി ആയതുകൊണ്ടാണ് ഇൻഡീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വരുന്നത് അക്കൗണ്ടിൻ്റെ വാക്കൻസിയാണ്. ഒരു 25 വാക്കൻസീസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാക്കൻസീസ് ഒക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടി മുന്നേ ഒരു കാര്യം പറയാം. കുറച്ച് ദിവസമായി ഞാൻ എന്താ പറയുക, ഈ ഒരു ജോബിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട്, ജോബ് അലേർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ട് വിഷുവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കുറച്ച് ലൈറ്റായി പോയി. 7 ദിവസം ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു ജോബ് അലേർട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വേഗം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ നിങ്ങൾക്ക് ഏത് വാക്കൻസി ആണോ വേണ്ടത്, പുതിയ വ്യൂസിൻ്റെ അടുത്താണോ പറയുന്നത്, ഏത് വാക്കൻസി ആണോ വേണ്ടത് ആ ഒരു വാക്കൻസി താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വാക്കൻസി താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാക്കൻസീസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് ഒരൊറ്റൊരു കമൻറ്റ് ചെയ്യുന്ന സമയത്ത് 3-4 വാക്കൻസീസ് വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് സെപ്പറേറ്റ്ലി കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രം എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ വേഗം എക്സ്പേർട്ടായി പോണ ജോബ്സ് ഉണ്ടായിരിക്കും. ഞാൻ എക്സ്പേർട്ടായി പോയിട്ടുണ്ടെങ്കിൽ മേ ബി എന്നെ റിപ്ലൈ തരില്ല, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വേഗം അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട വാക്കൻസി ഏതാണോ ആ വാക്കൻസി താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിപ്ലൈ ആയിട്ട് ജോബിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അത് ഇൻഡീഡ് ആപ്പ് വഴി നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇൻഡീഡ് ആപ്പ് ത്രൂ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാക്കൻസിലോട്ട് പോകാം ഗൈസ്. ജസ്റ്റ് വാക്കൻസി മാത്രമാണ് പറയുന്നുള്ളൂ. വാക്കൻസി എവിടെയാണെന്നും എന്താണ് വാക്കൻസി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഫ്രഷേഴ്സിനാണെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കൽ കുറച്ചൊക്കെ ഒഴിവാക്കാം കേട്ടോ. കാരണം ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാറില്ല ഇൻസ്റ്റയിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു വാക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റ് ഫോർ റിയൽ എസ്റ്റേറ്റ് ഫേം കാലിക്കറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഹെഡ്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യാം, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ് ചോദിച്ചാൽ മതി. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഒരു വാക്കൻസി വരുന്നുണ്ട്, സെക്കൻഡ് വൺ. പിന്നെ അക്കൗണ്ട്സ് ഹെഡിൽ ഒരു വാക്കൻസി വരുന്നുണ്ട്. CA ആർട്ടിക്കിൾ അസിസ്റ്റൻ്റ് വാക്കൻസി വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഫിനാൻസ് അക്കൗണ്ട്സിൻ്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ.
പിന്നെ CA നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊച്ചിയിലാണ് വന്നിട്ടുള്ളൊരു വാക്കൻസി. പിന്നെ അക്കൗണ്ടന്റ് മെയിലൊരു വാക്കൻസി വന്നിട്ടുണ്ട്. മെയിലിനെയാണ് അവർ നോക്കുന്നത്. കൊച്ചിയിലാണ് വാക്കൻസി വന്നിട്ടുള്ളത്. സീനിയർ അക്കൗണ്ടന്റിന്റെ വാക്കൻസി വന്നിട്ടുണ്ട്. MCOM ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് കേട്ടോ. കഴക്കൂട്ടം എന്നുണ്ട്. കഴക്കൂട്ടം അനന്തോ സ്ഥലം KAZHAKUTTA അവിടെയാണ് ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. പിന്നെ അക്കൗണ്ടന്റ് ഒരു വാക്കൻസി വന്നിട്ടുണ്ട്, കൊച്ചിയിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രഷറിന്റെ ഒരു വാക്കൻസി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. കാക്കനാടാണ്, കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. പിന്നെ അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവിന്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അർജന്റ് ആയിട്ട്, അതായത് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ജൂനിയർ അക്കൗണ്ടന്റിന്റെ വാക്കൻസി വന്നിട്ടുണ്ട്. അക്കൗണ്ടന്റ് CA ഇന്റേണിന്റെ വാക്കൻസി വന്നിട്ടുണ്ട്. അക്കൗണ്ട് CA ഇന്റേണിന്റെ വാക്കൻസി വന്നിട്ടുണ്ട്. 2 കൊച്ചിയിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അക്കൗണ്ടന്റിന്റെ വാക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത്, കൊച്ചിയിലാണ്. ഒരുപാട് കൊച്ചിയിലാണ് വന്നിട്ടുള്ളത്. കൊച്ചിയിൽ ഒരുപാട് ജോബിന്റെ വാക്കൻസീസ് കാണാനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സാലറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊച്ചിയിൽ കിട്ടാറ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുട്ടിക്ക് ഇവിടെ ഒരു 6000 രൂപയ്ക്ക് എൻ്റെ നാട്ടിൽ സാലറി ഉള്ളൂ. പക്ഷെ നേരെ നമ്മൾ കൊച്ചിയിൽ നോക്കുന്ന സമയത്ത് ഒരു 20-22 സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടി ജോലി പുറത്ത് നോക്കുമ്പോൾ നല്ല സാലറി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ പുറത്ത് പോയിട്ട്, നിങ്ങളുടെ നാട്ടും പ്രദേശമാണെങ്കിൽ അവിടെ കുറച്ച് പുറത്ത് പോയിട്ട് ഒരു സിറ്റി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സാലറി ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി കണ്ണൂരിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അക്കൗണ്ടൻറ്റ് തന്നെയാണ്, അല്ലാതെ അക്കൗണ്ടൻറ്റ് തന്നെയാണ് കേട്ടോ, കൊച്ചിയിലാണ്. പിന്നെ ട്രെയിനി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വാക്കൻസിയാണ്, ഗുരുവായൂരാണ്, തൃശ്ശൂർ ഗുരുവായൂരാണ് ഈ വാക്കൻസി വന്നിട്ടുള്ളത്. അക്കൗണ്ടൻറ്റ് വാക്കൻസി അടുത്തത് വന്നിട്ടുള്ളത് കാലിക്കറ്റിലാണ് ഗൈസ്. അക്കൗണ്ടൻറ്റ് വാക്കൻസി വീണ്ടും കൊച്ചിയിൽ വന്നിട്ടുണ്ട്. പിന്നെ കണ്ണൂരിലാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് ഒരു വാക്കൻസി ഉണ്ട്, അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ളും അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾ ഏത് സ്ഥലത്തെയാണ് ചോദിക്കുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിലാണ് വേണമെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി കൊച്ചിയിൽ നിന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഞാൻ ചില സമയത്ത് കമൻറ്റ്സ്, നമുക്ക് ഒരുപാട് കമൻറ്റ്സ് ഒരു സമയത്ത് എനിക്ക് റിപ്ലൈസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വന്ന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള രീതി, അതായത് ഈ വാക്കൻസി റീഡ് ചെയ്തിട്ടില്ലേ, ആ റീഡ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഓർഡറിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ. ഒരുപാട് കമൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓർഡറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് താഴെ ലിങ്ക് മാത്രം കൊടുക്കും. വാക്കൻസീസിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല, സ്ഥലവും കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല, ലിങ്ക് മാത്രം കൊടുക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു 25ഓളം വാക്കൻസീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലായോ. ഒരു 5000 വേർഡ്സും കാര്യങ്ങളും മാത്രമേ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എന്താണെന്നതിൻ്റെ ചെറിയ ഷോർട്ടും കൊടുത്ത് പിന്നെ എൻ്റെ ഹാഷ്ടാഗ്സും കീവേഡ്സും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതൊന്നും കൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, അതായത് വേർഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പകരം ലിങ്ക് മാത്രമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ വീഡിയോ നല്ല രീതിക്ക് കണ്ടിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എത്രാമത്തതാണ് നിങ്ങൾക്ക് വേണ്ട വാക്കൻസി എത്രാമത്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡീഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് സെർച്ച് ചെയ്തിട്ട് പിന്നെ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഒരിക്കലും ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ട് ഈ ലിങ്ക് ത്രൂ തന്നെ എന്താ പറയുക അപ്ലൈ ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് ആപ്പ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് ശേഷം വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ലിങ്ക് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വാക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗായ്സ്.